ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാം ചാപ്റ്റർ സമാന്തര ശ്രേണിയും ബീജഗണിതവും. അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുന്ന സമവാക്യങ്ങളാണ്. അതുപയോഗിച്ചുള്ള 3 ചോദ്യങ്ങളും പിന്നെ ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ഒരു ബീജഗണിത രൂപവുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ആദ്യം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സമവാക്യങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കാം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2 ആയിരിക്കും. അതായത് 1 മുതലുള്ള തുടർച്ചയായ കുറേ എണ്ണൽ സംഖ്യകളുടെ തുക അവസാന സംഖ്യയുടെയും അതിനടുത്ത സംഖ്യയുടെയും ഗുണനഫലത്തിന്റെ പകുതിയാണ്. ഈ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n × n+1 ആയിരിക്കുമെന്ന് മനസ്സിലാക്കി. കൂടാതെ k എന്ന എണ്ണൽ സംഖ്യയുടെ ആദ്യത്തെ n ഗുണിതങ്ങളുടെ തുക k × n × n+1/2 ആയിരിക്കും. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക n ന്റെ വർഗമായിരിക്കും, അതായത് സ്ക്വയർ ആയിരിക്കും എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn = an+b ആണ് എങ്കിൽ നമുക്ക് അതിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക a × n × n+1/2 പ്ലസ് nb എന്ന് എഴുതാം. കൂടാതെ x1 x2 x3 അങ്ങനെ xn വരെ പോകുന്ന ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക n/2 × x1 + xn ആണ് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി ഈ കാര്യങ്ങളെല്ലാം തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം ഒരു 3 ചോദ്യങ്ങൾ ചെയ്യാം. അത് നമ്മുടെ പേജ് 69-70 ആ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 1, 4, 7 അങ്ങനെയുള്ള സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 100 പദങ്ങളുടെ തുക കണക്കാക്കുക. അപ്പോൾ സമാന്തര ശ്രേണി 1, 4, 7 എന്ന് ഇങ്ങനെ തുടർന്നു പോകുന്നു. നമുക്ക് 100 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തെഴുതാം? ഒന്നാം പദം f = 1 എന്ന് എഴുതാം. പിന്നെ നമുക്ക് എന്തെഴുതാം? പൊതുവ്യത്യാസം d എന്ന് പറയുന്നത് 4 - 1 3 ആയിരിക്കും. അതിൽ നിന്നും നമുക്ക് 100ാം പദം കണ്ടുപിടിക്കാം. 100ാം പദം എന്ന് പറയുന്നത് ആദ്യത്തെ പദത്തോടു കൂടി പൊതുവ്യത്യാസത്തെ 99 കൊണ്ട് ഗുണിച്ചത് കൂട്ടുന്നതായിരിക്കും. കാരണം 1ാം പദവും 100ാം പദവും തമ്മിലുള്ള സ്ഥാനവ്യത്യാസം 99 ആണ്. അപ്പോൾ 99 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. അതാണ് 99d. അപ്പോൾ നമുക്ക് 100ാം പദം എന്ത് കിട്ടും? 1 + 99 × 3 അതായത് 298 എന്ന് കിട്ടും. ഓക്കെ, ഇനി 1ാം പദവും 100ാം പദവും നമുക്ക് അറിയുകയാണെങ്കിൽ തുക കാണാൻ അറിയാമല്ലോ. അപ്പോൾ ആദ്യത്തെ 100 പദങ്ങളുടെ തുക എങ്ങനെ കാണാം? അതിനുള്ള പൊതു സമവാക്യം എന്താണ്? n/2 × 1ാം പദം പ്ലസ് n-ാം പദം. അപ്പോൾ നമുക്ക് ഇവിടെ n എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100/2 × 1ാം പദം 1 പ്ലസ് 100ാം പദം 298. അപ്പോൾ നമുക്ക് 50 × 299 എന്ന് എഴുതാം. ഓക്കെ,
അപ്പൊ നമുക്ക് എത്ര കിട്ടും? 300 ഇൻറ്റു 50 15,000 അതിൽ നിന്നും ഒരു 50 കുറച്ചാൽ 14,950. ഓക്കെ. അപ്പോൾ ശ്രേണിയിലെ ഒന്നാം പദം നമുക്ക് അറിയാം, പിന്നെ പൊതുവ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാം, അതിൽ നിന്നും 100-ാം പദം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നാം പദവും 100-ാം പദവും കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 100 പദങ്ങളുടെ തുക നമുക്ക് n/2 ഇൻറ്റു x1 പ്ലസ് x1 പ്ലസ് xn എന്ന സമവാക്യം ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ. 3, 10, 17 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപവും ആദ്യത്തെ n പദങ്ങളുടെ തുകയും കണ്ടുപിടിക്കുക. അപ്പോൾ സമാന്തര ശ്രേണി ആദ്യം എഴുതാം. 3, 10, 17 ഇതാണ് സമാന്തര ശ്രേണി. ഇനി ബീജഗണിത രൂപം എന്താണ്? xn സമം dn പ്ലസ് f മൈനസ് d. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം f നമുക്ക് തന്നിട്ടുണ്ട് 3, അത് എഴുതുന്നു. ഇനി d കണ്ടുപിടിക്കാം. d എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 മൈനസ് 3, രണ്ടാം പദം മൈനസ് ഒന്നാം പദം. അപ്പൊ നമുക്ക് 7 കിട്ടി. ഇനി f മൈനസ് ഡി കണ്ടുപിടിച്ചാലോ. f മൈനസ് ഡി 3 മൈനസ് 7 മൈനസ് 4 എന്ന് കിട്ടും. അതുകൊണ്ട് ബീജഗണിത രൂപം നമുക്ക് എഴുതാമല്ലോ. ബീജഗണിത രൂപം എന്തായിരിക്കും? xn സമം d 7n പ്ലസ് f മൈനസ് ഡിക്ക് പകരം മൈനസ് 4. അപ്പോൾ നമുക്ക് 7n മൈനസ് 4 എന്ന് കിട്ടും. അതായത് ശ്രേണിയുടെ ബീജഗണിത രൂപം xn സമം 7n മൈനസ് 4 ആണ്. ഇനി നമുക്ക് ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാം പദം ഇവിടെ അറിയാം 3 എന്ന്. n-ാം പദം 7n മൈനസ് 4 ആണ്. അപ്പോൾ നമുക്ക് n പദങ്ങളുടെ തുക കാണാനുള്ള സമവാക്യം n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. അതിൽ ഈ വാല്യൂ കൊടുക്കുക. അപ്പോൾ n/2 ഇൻറ്റു x1 പകരം 3 പ്ലസ് 7n മൈനസ് 4. അപ്പൊ നമുക്കിവിടെ എന്തെഴുതാം? n/2 ഇൻറ്റു 3-ൽ നിന്നും 4 കുറയ്ക്കുക. 7n നമ്മൾ ആദ്യം എഴുതി. 7n മൈനസ് 1. അതായത് നമുക്കിതിനെ ഒന്ന് വിപുലീകരിച്ചാലോ. അപ്പോൾ n ഇൻറ്റു 7n 7n സ്ക്വയർ മൈനസ് n ഇൻറ്റു 1 n. അപ്പോൾ 7n സ്ക്വയർ മൈനസ് n ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn സമം 7n മൈനസ് 4 എന്നാണ്. കൂടാതെ ആദ്യത്തെ n പദങ്ങളുടെ തുക 7n സ്ക്വയർ മൈനസ് n ബൈ 2 ആണ്. കൂട്ടുകാരെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 3n സ്ക്വയർ പ്ലസ് n ആണ്. ശ്രേണി കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ തന്ന കാര്യം ആദ്യം എഴുതാം. n പദങ്ങളുടെ തുക 3n സ്ക്വയർ പ്ലസ് n. ഇനി ശ്രേണി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒന്നാം പദവും പൊതുവ്യത്യാസവും കിട്ടിയാൽ നമുക്ക് ബീജഗണിത രൂപം എഴുതി എന്നിട്ട് ശ്രേണി കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നാം പദം എങ്ങനെ കിട്ടും? ഇപ്പോൾ ഇവിടെ n പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. അതിൽ ഒരു പദത്തിന്റെ തുക എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഒന്നാം പദം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഒന്നാം പദം എങ്ങനെ കിട്ടും? n-ന്റെ വില 1 ആയാൽ നമുക്ക് ഒരു പദം മാത്രമാണ് തുകയിൽ വരുന്നത്. അപ്പോൾ അത് ആദ്യ പദമായിരിക്കും. അപ്പോൾ ആദ്യ പദം എന്ത് കിട്ടും? 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 1 4 എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ നമുക്കിവിടെ ശ്രേണി കണ്ടുപിടിക്കാൻ ബീജഗണിത രൂപം വേണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബീജഗണിത രൂപം xn സമം
ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് എഴുതിയത്. ഇനി ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നാം പദവും പൊതുവ്യത്യാസവും വേണം. ഇപ്പോൾ നമ്മൾ ആദ്യ പദം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് രണ്ട് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഒന്നാം പദവും രണ്ടാം പദവും കൂട്ടിയതായിരിക്കുമല്ലോ അത്. എന്നിട്ട് ആ തുകയിൽ നിന്നും ഒന്നാം പദം കുറച്ചാൽ എന്ത് കിട്ടും? രണ്ടാം പദം കിട്ടില്ലേ? അതുപയോഗിച്ച് നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നമുക്ക് n 2 ആയാൽ എന്ത് കിട്ടും? രണ്ട് പദങ്ങളുടെ തുക. അത് നമ്മൾ S2 എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതെന്തായിരിക്കും? നമ്മുടെ ഈ സമവാക്യത്തിൽ n ന് 2 കൊടുക്കുക. n ന് 2 കൊടുത്താൽ എന്ത് കിട്ടും? 3 × 2 സ്ക്വയർ പ്ലസ് 2. അപ്പോൾ 3 × 4 പ്ലസ് 2 12 പ്ലസ് 2 14. ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക 14 ആണ്. അപ്പോൾ രണ്ടാം പദം എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് പദങ്ങളുടെ തുകയായ S2-വിൽ നിന്നും ആദ്യ പദം F കുറച്ചതായിരിക്കും. രണ്ടാം പദം 14 - 4 10 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്നും പൊതുവ്യത്യാസം കിട്ടില്ലേ? പൊതുവ്യത്യാസം എന്തായിരിക്കും? രണ്ടാം പദം മൈനസ് ഒന്നാം പദം. അപ്പോൾ D = 10 - 4 6 എന്ന് കിട്ടി. ഇനി ബീജഗണിത രൂപം എഴുതിയാലോ? ബീജഗണിത രൂപം xn = dr. അപ്പൊ നമുക്ക് rn പ്ലസ് f മൈനസ് d. f മൈനസ് d നമുക്ക് എന്താണ്? 4 - 6. അത് -2 ആയിരിക്കും. അപ്പോൾ ബീജഗണിത രൂപം xn = rn - 2 എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് ഇതില് 1 2 3 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശ്രേണി കിട്ടും. ഒന്നാം പദം നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 4 എന്ന്. അപ്പൊ നമുക്ക് ശ്രേണിയുടെ ആദ്യ പദം 4 ആയിരിക്കും. രണ്ടാം പദം x2 10. അത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. മൂന്നാം പദം കിട്ടാൻ ഇതിലെന്ത് ചെയ്യാ? x3. ഇവിടെ 6 × 3 - 2 18 - 2 16 എന്ന് കിട്ടും. ഒരു പദം കൂടി കാണാം. x4 എന്ന് പറയുമ്പോൾ 6 × 4 24 -2 22. ഇതിങ്ങനെ തുടർന്നു പോകും. അപ്പോൾ നമ്മുടെ ശ്രേണി എന്തായിരിക്കും? 4 10 16 22. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. ഇവിടെ നമുക്ക് ബീജഗണിത രൂപം കാണാതെയും ചെയ്യാം. നമുക്ക് ഒന്നാം പദം 10 കിട്ടി. ഒന്നാം പദം തന്നിരിക്കുന്നത് 4 ആണ്. കണ്ടുപിടിച്ചിരിക്കുന്നത് 4 ആണ്. രണ്ടാം പദം 10 കിട്ടി. അതിൽ നിന്നും പൊതുവ്യത്യാസം 6 കണ്ടുപിടിച്ചു. ഇനി ഒന്നാം പദം 4 എഴുതുന്നു. രണ്ടാം പദം 10 എഴുതുന്നു. മൂന്നാം പദം എന്തായിരിക്കും? 10നോട് 6 കൂട്ടിയതായിരിക്കും 16. നാലാം പദം എന്തായിരിക്കും? ഈ 16നോട് പൊതുവ്യത്യാസം 6 കൂട്ടിയതായിരിക്കും. അപ്പൊ നമുക്ക് 22 എന്ന് കിട്ടും. ഇതിങ്ങനെ തുടർന്നു പോകും. അപ്പോൾ ശ്രേണി 4 10 16 22 ആ രീതിയിലും നമുക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്തതായി നമുക്ക് ഒരു പൊതു നിഗമനം എഴുതാം. അതായത് ഏതൊരു സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം pn² + qn എന്നാണ്. ഇതിൽ p, q ഇവ നിശ്ചിത സംഖ്യകളാണ്. അപ്പോൾ കൂട്ടുകാരെ, ഒരു കാര്യം ശ്രദ്ധിക്കൂ. നമ്മൾ
ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം xn സമം an പ്ലസ് ബി ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ രണ്ടാം കൃതിയിലുള്ള ഒരു രൂപമാണ് നമുക്ക് ബീജഗണിത രൂപം കിട്ടുന്നത്. സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഒന്നാം കൃതി സമവാക്യമായിരുന്നു. ഇവിടെ ഇത് രണ്ടാം കൃതി ബഹുപദം, കാരണം രണ്ട് പദങ്ങളുണ്ട്. ഒന്നിൽ എൻ സ്ക്വയറും വരുന്നുണ്ട്, മറ്റതിൽ എന്നും വരുന്നുണ്ട്. ഓക്കെ, ഇത് എങ്ങനെയാണ് നമുക്ക് പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ കിട്ടിയത് എന്ന് ഒന്ന് ചെയ്തു നോക്കിയാലോ? അപ്പോൾ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാൻ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബീജഗണിത രൂപം an പ്ലസ് ബി ആണെങ്കിൽ എന്തായിരിക്കും n പദങ്ങളുടെ തുക? a ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് എൻ ബി ആണ്. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ an-നെ n കൊണ്ട് ഗുണിക്കുന്നു, an-നെ 1 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് an സ്ക്വയർ പ്ലസ് an/2 പ്ലസ് എൻ ബി എന്ന് കിട്ടും. ഇതിനി നമുക്ക് എന്ത് ചെയ്യാം? വേർതിരിച്ചെഴുതാം. an സ്ക്വയർ ബൈ 2 പ്ലസ് an/2 പ്ലസ് എൻ ബി എന്നെഴുതാം. ഇനി ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗത്ത് n പൊതുവാണ്. അപ്പോൾ n-നെ നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇവിടെ ബാക്കി വരുന്നത് a/2 പ്ലസ് ബി ആണ്. അത് ആദ്യം എഴുതാം. അപ്പോൾ നമുക്ക് a/2 n സ്ക്വയർ പ്ലസ് a/2 പ്ലസ് ബി ഇൻറ്റു n കിട്ടും. ഇനി a/2-ന് പി എന്ന ചരവും a/2 പ്ലസ് ബി എന്നതിന് ക്യു എന്ന പേരും കൊടുക്കുക. അപ്പോൾ നമുക്ക് n പദങ്ങളുടെ തുക പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ എന്ന രൂപത്തിലാണെന്ന് മനസ്സിലാവും. അപ്പോൾ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, സമാന്തര ശ്രേണികളുടെ തുകകൾ എന്ന പാഠഭാഗത്ത് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു 5-6 സമവാക്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർത്തെടുത്താലോ? നോക്കൂ. ഒന്ന്, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1/2 ആയിരിക്കും. ഇതിൽ നിന്നും ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 3, k എന്ന എണ്ണൽ സംഖ്യയുടെ ആദ്യത്തെ n ഗുണിതങ്ങളുടെ തുക k ഇൻറ്റു n പ്ലസ് 1/2 ആയിരിക്കും. 4, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n-ന്റെ വർഗമായിരിക്കും. 5, സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn സമം an പ്ലസ് ബി ആണെങ്കിൽ അതിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക a ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് എൻ ബി ആയിരിക്കും. ഓക്കെ, ഇനി ആറാമത്തേത് എന്താണ്? ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം x1 ഉം
n-ആം പദം എക്സ് എന്നുമായാൽ ആദ്യത്തെ n പദങ്ങളുടെ തുക n/2 ഇൻറ്റു x1 പ്ലസ് xn ആയിരിക്കും. ഇനി ഏഴാമതായി നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഏത് സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം pn² പ്ലസ് qn എന്ന രൂപത്തിലാണ്. ഇതിൽ p, q ഇവ നിശ്ചിത സംഖ്യകളാണ്. അപ്പോൾ ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന 7 കാര്യങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇത് പരീക്ഷയ്ക്ക് മുമ്പ് എന്തായാലും മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും 1-2 ചോദ്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് പേജ് 71-ലെയും 72-ലെയും പ്രവർത്തനങ്ങളാണ്. അതിൽ 8 ചോദ്യങ്ങളാണുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഓരോന്നോരോന്നായി ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.